പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ജോബ് അപ്ഡേറ്റ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. അപ്പോൾ സർക്കാർ ഹോമിയോ ആശുപത്രികളിലേക്കുള്ള അറ്റൻഡർ, ഡിസ്പെൻസർ, അതുപോലെ തന്നെ നഴ്സിംഗ് അസിസ്റ്റന്റുകളിലേക്കുള്ള ഒഴിവുകൾ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. പ്രത്യേകത എന്ന് പറയുന്നത് പരീക്ഷകളില്ല, ഇന്റർവ്യൂസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് PSC, UPSC, SSC, റെയിൽവേ അതുപോലുള്ള എല്ലാ മേഖലകളിലേക്കുള്ള ജോബ് അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് നോളജ് ഫാക്ടറി PSC അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്തായാലും നിങ്ങൾക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഡീറ്റെയിൽസിലേക്ക് തന്നെ കിടക്കാം. അപ്പൊ ജോബ് അപ്ഡേറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സർക്കാർ ഹോമിയോ ആശുപത്രികളിലേക്കാണ് ഈ പറയുന്ന ജോബ് അപ്ഡേറ്റുകൾ വരുന്നത്. അപ്പൊ കേരളത്തിലെ സർക്കാർ ഹോമിയോ ഡിസ്പെൻസറികളിലേക്കുള്ള ആശുപത്രികളിലേക്കുള്ള താൽക്കാലിക നിയമനത്തിനായിട്ടുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. അറ്റൻഡർ, ഡിസ്പെൻസർ, നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നിവയുള്ള തസ്തികകളിലേക്കാണ് നിലവിലെ നിയമനം വിളിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 5-ന് താല്പര്യമുള്ളവരെ സെപ്റ്റംബർ 5-ന് രാവിലെ 10:30 എന്ത് ചെയ്യുക, കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ, ഹോമിയോ മെഡിക്കൽ ഓഫീസിലേക്ക് എന്ത് ചെയ്യുക, നേരിട്ട് ഹാജരാകുക. ഈ അവസരം മാക്സിമം എല്ലാവരും ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒഴിവുകളുടെ വിശദാംശങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അറ്റൻഡർ ഉണ്ട്, ഡിസ്പെൻസർ ഉണ്ട്, നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്കാണ് നിലവിൽ വിളിച്ചിട്ടുള്ളത്. ഒഴിവുകൾ താൽക്കാലിക നിയമനം ആയതുകൊണ്ട് തന്നെ ഒഴിവുകൾ എത്രയുണ്ടെന്നുള്ള കാര്യത്തിൽ നിലവിൽ നമുക്കൊരു കൺഫർമേഷൻ വന്നിട്ടില്ല. ശമ്പളവും അതുപോലെ തന്നെ താൽക്കാലികമായതുകൊണ്ട് തന്നെ ശമ്പളത്തിന്റെ കാര്യത്തിൽ നമുക്കിപ്പോൾ ഒരു കൺഫർമേഷൻ ആയിട്ടില്ല. നിലവിലെ സർക്കാർ നിരക്കിലുള്ള പ്രതിഫലം എന്തായാലും കിട്ടും. കാരണം ഇത് ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസിലേക്കുള്ളതായതുകൊണ്ട് തന്നെ ശമ്പളം കുറയത്തില്ല. സർക്കാർ നിലവിൽ കൊടുക്കുന്ന സാലറി നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. പ്രായപരിധി എന്ന് പറയുന്ന അപേക്ഷ 1970 ഡിസംബർ 1-ന് ശേഷം ജനിച്ചവരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇതിന് അനുസരിച്ചുകൊണ്ട് പരമാവധി 53 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് വരാനായിട്ട് കഴിയും. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർക്കോ അമ്മമാർക്കോ ആരെങ്കിലും റിലേറ്റീവ്സിന് ആർക്കെങ്കിലും ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ്, ജോലി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. യോഗ്യതാ മാനദണ്ഡങ്ങൾ പറയുന്നത്, അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് SSLC പാസ്സായിരിക്കണം, 10th ലെവൽ പാസ്സായിരിക്കണം. പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. സർക്കാർ ഹോമിയോ ആശുപത്രികളിലെയോ ഡിസ്പെൻസറികളിലെയോ കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അംഗീകാരമുള്ള ഹോമിയോ ഡോക്ടറുടെ കീഴിൽ കുറഞ്ഞത് 3 വർഷം എന്ത് ചെയ്യണം, പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം. അപേക്ഷാ ഫീസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക, അപേക്ഷാ ഫീസ് ഇല്ല. നേരിട്ട് ഇന്റർവ്യൂ ആയതിനാൽ പ്രത്യേക അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കാൻ സാധ്യത കുറവാണെന്ന് കൂടി പറയുന്നുണ്ട്. ഇതിനകത്ത് അപേക്ഷിക്കേണ്ട വിധം എന്ന് പറയുന്നത്, അപേക്ഷകർ എന്ത് ചെയ്യുക, 2023 സെപ്റ്റംബർ 5-ന് രാവിലെ കണ്ണൂർ സിവിൽ സ്റ്റേഷനിലെ ജില്ലാ മെഡിക്കൽ ഓഫീസിനകത്ത് എന്ത് ചെയ്യുക, എത്തിച്ചേരുക. അല്ലെങ്കിൽ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും കൈവശം ഉണ്ടായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ, ഈ നമ്പർ ഉണ്ടല്ലോ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതിന്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു നമ്പർ മുഖാന്തരം നിങ്ങൾക്ക് വിളിച്ചു ചോദിച്ചാൽ അറിയാവുന്നതായിരിക്കും. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് അറിയാം, നിലവിൽ ഇപ്പോൾ ഫോഴ്സ് 2025 എന്ന് പറഞ്ഞിട്ട് 2025-ലേക്കുള്ള ഫോഴ്സ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ഫോഴ്സ് 2025 എന്ന് പറയുന്ന ബാച്ചിനകത്ത് നിങ്ങൾക്ക് പോലീസിൻ്റെത്, എക്സൈസ്, അതുപോലെ തന്നെ ഫയർഫോഴ്സ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെയും കമ്പൈൻഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതിനകത്ത് സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ അതിന്റെ നോട്ട്സ്, അതിന്റെ PDF മെറ്റീരിയൽസ്, അതിന്റെ മോഡൽ എക്സാം, അതിന്റെ മോക്ക് ടെസ്റ്റുകൾ എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫോഴ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബാച്ചിൽ നിന്ന്, നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഒരുപാട് പേര് നിലവിലിപ്പോൾ ഈ പറയുന്ന പോലീസിലും എക്സൈസിലൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പൊ എന്തായാലും 2025-ലേക്ക് ഈ പറയുന്ന ഫോഴ്സ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ ഈ പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പേയ്മെന്റ് എന്ന് പറയുന്നത് 999 രൂപയാണ്. പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്, 9961616927. ഈ നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിയാവും. ഇത് വാട്സ്ആപ്പ് നമ്പർ ആണ്, കോൾ എനേബിൾഡ് നമ്പർ അല്ല. ഓക്കെ, അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇടുക, ഫോഴ്സ് 2025 എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇട്ടാൽ ഞാൻ നിങ്ങൾക്ക് അത് പേയ്മെന്റ് ചെയ്യാനുള്ള രീതിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് മതി, ഇപ്പോൾ പോലീസ് മതി, അല്ലെങ്കിൽ എക്സൈസ് മതി, ബീറ്റ് ഫോറസ്റ്റ് മതി, ഫയർഫോഴ്സ് മതി എന്നുണ്ടെങ്കിലും അതിനുള്ള പ്രൊവിഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ വാട്സപ്പിൽ എന്ത് ചെയ്യുക, ഒരു മെസ്സേജ് ഇടുക. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ.